അർജന്റ് കേരള പൊട്ടത്ത് വിളിച്ചോണ്ടാ ഒന്ന് സംസാരിക്കടാ എന്നോട്. മുരളി കുറെ പേര് എടുക്കാൻ പോണെന്ന്. അതുകൊണ്ടാണ് ഓടി വന്നേ. 5 പേർക്കുള്ള സ്ലോട്ട് ഇല്ലെന്ന് എനിക്കറിയാം. ഇനാക്റ്റീവ് ആയിട്ടുള്ളവരെടുത്ത് കളയുമെന്നും അറിയാം. മുള്ളി കളഞ്ഞാൽ കുഴപ്പമില്ല മുള്ളി, ഞാൻ എല്ലാ ബാക്കപ്പ് സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്ത് KVL റിക്രൂട്ട്മെന്റ് ചോദിച്ചിട്ടുണ്ടോ? മുരളിക്ക് എങ്ങനെ മനസ്സിലായി? കളർ ചെയ്യുമാണ് KV അല്ല ടെക്സാസാ. പാണ്ടിക്കാരും പറയല്ലോ പുള്ളി പേര് മറന്നു. ലീഡർ ഞാൻ അവിടെ പോകുമ്പോ പഠിക്കും എന്തായാലും. പുള്ളി എടാ നീ അത്രക്കാണ് എന്നെ പറ്റി വിചാരിച്ചിരിക്കുന്നല്ലേ? ഒരു 5 ദിവസം നീ സിറ്റിയിൽ വന്നില്ലെങ്കിൽ നിന്നെ എടുത്ത് കളയുമെന്നാണോ നീ വിചാരിച്ചിരുന്നേ? അങ്ങനെയാണ് നീ വാസു ബാബു ബന്ധം നിന്റെ മനസ്സിലുണ്ടായിരുന്നേ? അങ്ങനല്ല മള്ളി, ഞാൻ നോക്കിയപ്പോഴേ വേറെ ആരും ഇല്ല കളിക്ക് ഇപ്പൊ സിറ്റിയിൽ ഇല്ലാത്തത്. ഞാൻ മാത്രം ഇപ്പൊ ഇല്ല. എടാ നമ്മൾ ആരെയും അങ്ങനെ ഒഴിവാക്കത്തില്ല. നമ്മളെ കൂടെ തന്നെ നിർത്തും, പക്ഷെ അന്തേരിയിലായിരിക്കും. എനിക്ക് ലോട്ട് കിട്ടിയത് തന്നെ നമ്മുടെ പിള്ളേരാണ്. അതത്രേ ഉള്ളൂ. അന്തേരിയില് നമ്മുടെ പിള്ളേരാണ്, പക്ഷെ ഞാൻ പോവില്ല. ബാബു നിന്നെ കളഞ്ഞിട്ട് ഒരു സ്ലോട്ട് എനിക്ക് ടിവിയിൽ വേണ്ടടാ. നിന്നെ ടിവിന്ന് എടുത്ത് മാറ്റേണ്ട ദിവസം ഇതേ. ഈ ഗേറ്റ് ഇല്ലേ, ഈ ഗേറ്റ് അടച്ചു പൂട്ടിയിട്ട് സുമതിയമ്മയുടെ താക്കോല് കൊടുക്കും ഞാൻ. നിന്നെ ടിവിയിൽ കളയേണ്ട ഒരു ഗതികേട് വന്ന അന്ന് ഈ സാധനം ഞാൻ അടച്ചു പൂട്ടി സുമതിയമ്മയുടെ അമ്മയുടെ താക്കോലും കൊടുത്തിട്ടേ ഞാൻ പോവുള്ളൂ. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നശിച്ചു പോണേ. പിന്നെ ആരും നടത്തരുത് അത്. പിന്നെ ഇത് പിന്നെ ഇത് നശിക്കണം, പിന്നെ ഇത് നശിച്ചു പോകണം. അതാണ് എന്റെ ഉദ്ദേശം. പിന്നെ ഇത് നന്നായിട്ട് നടന്നു പോയാൽ എനിക്ക് വിഷമം വരും. ഇത് പിന്നെ അടിവേരടക്കം അങ്ങ് പിഴുതു പോകണം. അതാണ് പറഞ്ഞ ഐഡിയ നല്ലത്. ഞാനേ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനം മാത്രമേ ഈ ബാഗിൽ എടുത്തിട്ടിരുന്നു. തിരിച്ചു വെക്കാല്ലേ? എല്ലാം തിരിച്ചു വെച്ചാൽ നിന്നെ പറഞ്ഞു വിടുവൊന്നുമില്ല. അത്യാവശ്യം വേണ്ട കുറച്ച് ഗോൾഡും മുരളിയുടെ കാർഡും കുറച്ച് സാധനം മാത്രമേ ബാഗിൽ എടുത്തോളൂ. ചാറ്റില് കിടന്ന് ഇടല്ലേ. ഇന്ന് വാട്സാപ്പിൽ ഇനി ഒരുത്തിനും ഒരു മെസ്സേജ് ഇട്ടേക്കരുത്. ഇന്ന് വിട്, ഇന്നൊന്നും വേണ്ട. ഇന്ന് അടി വേണ്ട. ഇല്ല കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ. അല്ലല്ല ഇപ്പൊ വേണ്ട. ഇതും കഴിയട്ടെ. ഇതിന്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ വന്ന് വണ്ടിയും കൊണ്ടൊക്കെ അവിടെ നമ്മുടെ വരും. സ്റ്റീവേ താമു നിർത്തിക്കോ. മതി. ഇത് കഴിഞ്ഞിട്ട് റിക്രൂട്ട്മെന്റ് കഴിയട്ടെ. അല്ല ഇതിന്റെ ഇടയ്ക്ക് വന്ന് അലമ്പാക്കും അമ്മാര്. അപ്പൊ നീ സാധനം പിടിച്ചേക്കുന്ന നീ നിനക്ക് കോഴിയുടെ പുറകെ മാറാൻ സമയമില്ലാത്തത് എന്റെ കുഴപ്പമാണോ ബാബു? കോഴി ഞാൻ പുറകെ ഇല്ലാതെ പറ്റുന്നില്ല, അതാണ് സത്യം. ആരെ ഏൽപ്പിച്ച് കോഴിയൊക്കെ? ഇല്ല, തൽക്കാലത്തേക്ക് ഇന്ന് രാത്രി മഴ ഒക്കെ ഉള്ളത് കൊണ്ട് കോഴിയെ തണുപ്പും പിടിച്ച് കിടന്നോളൂ. പോയിട്ട് ചൂട് കൊടുക്കണം. നല്ല ക്ഷീണമുണ്ട് നിനക്ക് കേട്ടാ. എത്ര കോഴിയൊക്കെ ചൂട് കൊടുക്കണം? 1200 മുട്ട ഒഴുകുമ്പോ അതിന്ന് ബാബു ഒക്കെ വന്നായിരിക്കും വലിയ പ്രശ്നം. ചൂടല്ലേ മള്ളി, കോഴിയുടെ ചൂട് രക്തം ആണല്ലേ? ഇതാരാ വന്നേ നോക്ക്. ഈ വാറ കഴിഞ്ഞിട്ട് ഇറങ്ങട്ടെ. ഞാൻ കാര്യം പറയട്ടെ. റിക്രൂട്ട്മെന്റ് നിറഞ്ഞപ്പോഴേ ഞാൻ സ്ലോട്ട് എന്താടാ പുതിയ റിക്രൂട്ട്മെന്റ് അപ്പാപ്പനാണോ? അപ്പാപ്പനുണ്ട്. അപ്പാപ്പന് അമ്മായി അങ്ങനെ എന്ത് മാറ്റിക്കോ മുഖം മാറ്റിക്കോ. എന്തോ സോറി, കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സൗണ്ട് കുറയ്ക്കാൻ. വേറൊരു കാര്യം അറിഞ്ഞ് എന്താ മലയാളി സേഡുവിന് കോ ലീഡർ പൊസിഷൻ കൊടുക്കണം എന്നറിഞ്ഞ്. ആര്?
ഇതൊക്കെ നാട്ടിലെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ടല്ലോ. എടാ നീ സിറ്റിയിൽ വന്ന കാര്യങ്ങൾ ഏതോ റാൻഡോ അണ്ണ. എടാ നിനക്ക് എന്തേലും ഉണ്ട് എന്നെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ ബാബു? നിനക്ക് എന്നെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? നീ കണ്ട അവന്മാര് പറയണതാണോ നീ വിശ്വസിക്കണ്ടേ? അതാണ് ഞാൻ നോക്കുന്നത്. ഞാൻ എന്റെ അടുത്ത് ഒരാൾ വന്ന് പറഞ്ഞു ഇനി ഷേരുവാണ് ടി വി കാര്യങ്ങളെല്ലാം നോക്കുന്നത്, പുള്ളിയാണ് ഗോൾ ചെയ്തിരുന്നത്. 5 പേരെ എടുക്കും, 3 പേരെ കളയുന്നു ടി വിന്ന്. എടാ എന്തൊക്കെയോ എന്റെ അടുത്ത് പറഞ്ഞേ. എടാ ടി വിയിൽ ഇനി ഒരു കോ ലീഡർ വരുമെങ്കിൽ അത് നീയാ. അത് നമുക്ക് രണ്ടുപേർക്കും അറിയാവുന്ന രഹസ്യം. ആരോട് നീ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ല. മനുഷ്യനോട് പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു. നീ ആയിട്ട് പറയരുത്. ഞാൻ പറയില്ല. ഞാൻ പറഞ്ഞ പിന്നെ ബല പോയില്ലേ. ഞാൻ അപ്പൊ ഗോളിയുടെ ആകുമ്പോ കിട്ടുന്ന ബലയും കൈ പോവില്ലേ ബാബു? ചമള്ളി ഇവിടെ ആരാന്നറിയാൻ എല്ലാവർക്കും ഭയങ്കര ത്വര. എത്ര പേരാ വന്നേന്നറിയോ? എത്ര? 15. എന്നോട് മഴ കാരണം റിക്രൂട്ട്മെന്റ് മാറ്റി വെച്ചു. നാളെ IPL മാച്ച് നടക്കുന്നു, റിക്രൂട്ട്മെന്റ് നാളത്തേക്കാക്കി. അത് പറയാൻ വന്ന ലൈവാണ് ഇന്ന്. സത്യം, അത് പറയാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ് വന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കുറച്ച് ഇന്ന് കുറെ പേര് പറഞ്ഞായിരുന്നു IPL ഒക്കെ നടക്കും, അതുകൊണ്ട് റിക്രൂട്ട്മെന്റ് നാളത്തേക്കാക്കുമെന്ന്. അപ്പൊ അത് നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നി. അപ്പൊ അത് പറയാൻ വേണ്ടിട്ട് വന്നതാണ്. അപ്പൊ ബൈ ബൈ ഈഗിൾ ഗെയിമിംഗ്. ബൈ ബൈ പറയല്ലേ. അപ്പൊ നമുക്ക് തുടങ്ങാം. നമുക്ക് പരിപാടികളൊക്കെ തുടങ്ങാം. തുടങ്ങാം. എടാ അപ്പൊ പിന്നെ പരിപാടികളൊക്കെ തുടങ്ങാം.